നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. നേര് പറയണല്ലോ, നേരാകുമ്പോൾ തീർച്ചയായിട്ടും വളരെ മോശം സിനിമ കേട്ടോ. ലാലേട്ടൻ്റെ അഭിനയം വളരെ മോശം, സ്ക്രിപ്റ്റ് വളരെ മോശം. എന്തുവാണ്? അല്ല, നമുക്കിതല്ലേ ശീലമുള്ളൂ. ലാലേട്ടൻ്റെ ഒരു സിനിമ പോലും നമ്മൾ നല്ലത് എപ്പോഴും പറയാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതും ഒരു നേരായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് നമുക്കൊരു പോസിറ്റീവ് പറയാൻ പറ്റിയിട്ടില്ല. അതെ അല്ലേ? അതെ, എന്നാ അതൊക്കെ ഇന്ന് തിരുത്തി. അതെ, അതിലൊരു മാറ്റം വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ഒടുവിൽ ലാലേട്ടൻ ശരിയായ ട്രാക്കിലേക്ക്, ഒരു സംശയ കാര്യത്തിലില്ല. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഇന്ന് നമുക്കത് ശരിക്കും മനസ്സിലാക്കി. അതായത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരുന്നു ലാലേട്ടൻ ഒന്ന് ഈ ആകാശത്ത് നിന്നേ താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്നു. ശരിക്കും ഞെട്ടിച്ചു. കിടിലൻ പെർഫോമൻസ്, ഗംഭീരാക്കി കളഞ്ഞു. ഇത് ലാലേട്ടൻ ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ കുറച്ച് കാലമായിട്ട് ആളുടെ ക്യാരക്ടറുകൾ വളരെ മോശം തന്നെയായിരുന്നു. ഭയങ്കര അതിമാനുഷികമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് ഏറ്റവും സൂപ്പറായിട്ട് എന്തും എങ്ങനെയും നേടിയെടുക്കാൻ പറ്റുന്ന ഒരാള്, അങ്ങനത്തെ ഒരു ക്യാരക്ടറുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ അടുത്തിട്ടോ. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സാധാരണക്കാരനായിട്ട് കാണാൻ പറ്റി. അതായത് അപ്പ് ആൻഡ് ഡൗൺസ്, പരാജയങ്ങളുണ്ട്, നിസ്സഹായ അവസ്ഥ ഉണ്ട്, പിന്നെ ഒരു എന്താ പറയാ, ഒരു ഫീൽ ഉണ്ട് അല്ലേ, ഒരു ജീവനുണ്ട്. അതായത് ഒന്ന് തിരിയുമ്പോഴാണെങ്കിലും ഒന്ന് നോക്കുമ്പോഴാണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കേറുന്നുണ്ട്. അത് ആളുടെ സിറ്റുവേഷൻ അതാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. യെസ്. പിന്നെ ലാലേട്ടൻ മാത്രമല്ല, വളരെ മികച്ച പെർഫോമൻസ് ഒരുപാടുണ്ട്. സിദ്ദീഖ് ഞെട്ടിച്ചു. കാരണം ആളോട് അത്രക്ക് ദേഷ്യം തോന്നുന്നു. നമ്മളിങ്ങനെ ഓരോ നിമിഷവും ഇയാളെങ്ങനെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതായത് ആളുടെ ഉള്ളില് അതായത് വാശിയാണ്. അതെ. പിന്നെ പ്രിയാമണി ചെയ്ത കഥാപാത്രം, ആൾക്കിത് വാശിയൊന്നല്ല, ജോലി മാത്രമാണ്. പക്ഷെ മകള് ആരുടെ മകളാ? സിദ്ദീഖിന്റെ മകളാണ്. അതുകൊണ്ട് ആ ഒരു ചെറിയ സംഭവമൊക്കെ എന്തായാലും രക്തത്തിൽ കാണാതിരിക്കില്ലല്ലോ. ആ ഒരു സംഭവം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ആ കഥാപാത്രം. അതും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അനശ്വര രാജൻ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആളുടെ അഭിനയത്തെ കുറിച്ചൊക്കെ കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അതിന്ന് മൊത്തത്തിൽ എടുത്തങ്ങ് മാറി. സത്യത്തിൽ ഞെട്ടിച്ചു. കാരണം എന്താണെന്ന് അറിയോ, അത്രത്തോളം റിസ്ക് ആണ് ഈ കഥാപാത്രം ചെയ്യാൻ. കാരണം ആളൊരു വിക്ടിമാണ്, അത് തന്നെ റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ എന്താ, വലിയ വലിയ ലെജൻസ് ആയിട്ടുള്ള അഭിനയിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ടാണ് ആൾക്ക് പെർഫോം ചെയ്യേണ്ടത്. അത് വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും വലിയ. പിന്നെ മറ്റൊന്ന്, അതായത് ആളൊരു ബ്ലൈൻഡാണ്. പിന്നെ പെർഫോം ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ അതിൽ ആളത് പിടിച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിച്ചു. നമ്മളത് ബോറാക്കും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര സംശയം ഇതായിരുന്നു കേട്ടോ. അതായത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്. കാരണം ക്യാരക്ടറിനെ കുറിച്ചല്ല, അനശ്വരയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓവറാവാതിരുന്നാൽ മതിയായിരുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് കണ്ട് തുടക്കം മുതൽ അല്ല, ആളെ കാണിക്കുന്നതോടെ മുതൽ തന്നെ ആളിങ്ങനെ പിടിച്ചു വെച്ച് ചെയ്യാൻ, അതായത് ഒന്നും ഓവറാവാണ്ട്. അതായത് ശരിക്കും ഒരു സിനിമ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പറയുമ്പോൾ, നമുക്ക് ആ വിക്ടിമിൻ്റെ കൂടെ നിൽക്കാൻ തോന്നണം. അത് ശരിക്കും, അതായത് ഇമോഷണലി എല്ലാ രീതിയിലും ആളൊന്ന് ജയിച്ച് കാണണമെന്ന് നമുക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്യണം. അത് തോന്നുന്നുണ്ട്. അത് പെർഫോമൻസിലും ആൾക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാണ്ട് വന്നു പോകൂട്ടോ. കാരണം ഈ ഒരു സിനിമേന്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് തുടക്കം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞാലുണ്ടല്ലോ, എന്തായാലും അത് പറഞ്ഞു പോകുന്നതാണ്, അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും ഇതിന് ശേഷം ഇനി പറയേണ്ട ഒരാള് ജഗദീഷിന്റെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാ സിനിമകളും ഒരേ ക്യാരക്ടറാണ്. അതായത് നിസ്സഹായത ഉള്ള ഒരു അച്ഛൻ കഥാപാത്രം, അതിൽ നിന്ന് മാറ്റം വന്നിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ പെർഫോമൻസ് വേറെ ലെവലാണ്, അതിന് സംശയമല്ല. ഇവരുടെയൊക്കെ ഏതാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലെങ്കിൽ ഇതേപോലത്തെ ആണ് ചെയ്തെങ്കിൽ പോലും ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതിലെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ അമ്പോ, അതാണ് ഇതിന്റെ ഇവരുടെയൊക്കെ പ്രത്യേകത. ഇങ്ങനെയുള്ള ആൾക്കാരുടെ നടുക്ക് നിന്നിട്ടാണ് അനശ്വരന്റെ പെർഫോമൻസ്. അപ്പൊ പിന്നെ നമുക്ക് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അതായത് ഇതില് എന്താ പ്രതിയായിട്ടുള്ള ആ പയ്യൻ എന്തൊരു കിടിലൻ അഭിനയ. അധികം സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കൊണ്ട് തന്നെ
ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം എന്താ പറയാ, നമുക്ക് ആ ദേഷ്യം ആളോട് തോന്നുന്നുണ്ട് ശരിക്കും. അങ്ങനെ അവൻ വിടരുത്, അവനെ വിടരുത്. ശരിക്കും ആളോട് തോന്നുന്നതിനേക്കാളും ദേഷ്യം തോന്നും സിദ്ദീഖിനോട്. അത് വാശി കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും അപ്പൊ പ്രതിയായിട്ടുള്ള ആ പയ്യന്റെ പേര് നമുക്ക് അറിഞ്ഞൂടാ. ആള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒക്കെ എല്ലാം കൊണ്ടും ഭീകരാണ്, സൂപ്പറാണ്. പിന്നെ നമ്മുടെ മായാശാന്തി ദേവി സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഇതിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. നല്ല ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്ക് നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല. പിന്നെ ഗണേഷ് അതെ, അത്യാവശ്യം നല്ല. എല്ലാരും കൊടുത്തിട്ടുള്ളവരുടെ എല്ലാ ക്യാരക്ടറുകളൊക്കെ ഗംഭീര സെലക്ഷൻ ഒക്കെയാണ്. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ. അത് സത്യമാണ്, ഇമോഷണലി രീതിയിൽ തന്നെയാണ് ഇവർ പോയിരിക്കുന്നത്. അവര് ഈ ഒരു ടീമിനോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നു. അവര് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. അതെ, എനിക്ക് അതിനേക്കാളും ബഹുമാനം തോന്നുന്നത് എന്താണെന്നറിയോ, അതായത് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കണ്ടന്റ് ഇത് നീറ്റായിട്ട് വെടിപ്പായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു സത്യം. അതായത് നമുക്ക് അത് ഈ ഒരു കാലഘട്ടത്തില് ഈ ഒരു ഇതൊരു റിലവന്റ് ആണ് എന്നും, ഏത് കാലഘട്ടത്തിലും റിലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്. അതിന് കാരണം എന്താണെന്നറിയോ, ഒന്ന് സാധാരണ ആണ് പെണ്ണ് ഇതിൽ തന്നെ ആണുങ്ങൾ ജീവിക്കുന്ന പോലെ അല്ല സ്ത്രീകൾ. അവർക്ക് എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ലൈഫ് തന്നെ നോർമൽ അല്ല. പിന്നെ QR കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാതൽ സിനിമയുടെ ആ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് അത് റിലവൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലുള്ളത് ഒരു സ്ത്രീ നേരിട്ട ഒരു പ്രശ്നം, വലിയ പ്രശ്നം തന്നെ, ഏറ്റവും ചർച്ചയാക്കപ്പെടേണ്ട ഒരു വിഷയം. അതിൽ ആൾ ബ്ലൈൻഡാണ്, ആൾ തന്നെയാണ് ഇതിന് സാക്ഷി. അപ്പോൾ ആൾക്കുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണ്. അതായത് ഇത് കുറച്ചും കൂടി റിലവന്റ് ആണ്. നോർമൽ ഒരു കണ്ണ് കാണുന്ന ഒരു വ്യക്തിക്ക് വരുന്ന സംഭവം അല്ല, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു കാര്യം തെളിയിച്ച് കോടതിയിൽ നിന്ന് ഒരു വിധി വരണമെങ്കിൽ. അത് ഗംഭീരമായിട്ട് തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, അതായത് സിനിമ തുടങ്ങി കഴിഞ്ഞ് ആളുടെ സ്കില്ല് കണ്ടു, അതിനുശേഷം അപ്പോഴേ അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു, അതായത് ഇതിന്റെ ക്ലൈമാക്സ് പ്രഡിക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോർമൽ ഒരാള് ഈ സിനിമ പോയിരുന്ന് കാണുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും സിനിമയുടെ കൂടെ തന്നെയാണ് സിനിമയെ കുറിച്ച് ഇങ്ങനെ എല്ലാ രീതിയിലും ഇപ്പൊ റിവ്യൂ ചെയ്യുമ്പോൾ മറ്റുള്ള ഭാഷകളെല്ലാം നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചിലപ്പം ഏതറ്റത്ത് വരെ പോയിട്ട് ചിന്തിക്കും ഈ സിനിമ അത് അങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ നോർമൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അതായത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. ഒരിക്കലും. അതായത് ലാസ്റ്റ് ക്ലൈമാക്സ് ഞാൻ സംഭവം മൊത്തം അതേപടി പറഞ്ഞില്ലേ, അത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കഴിയില്ലേ? അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതെന്നറിയോ ഇങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആണെന്നേ പറയുള്ളൂ. ഇത് പ്രഡിക്റ്റബിൾ ആണോ എന്നുള്ളത് എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആണെന്ന് അറിയില്ല. അതിനകത്ത് എത്തുന്നവരുണ്ടായേക്കാം, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റൂല. അതായത് എനിക്ക് തോന്നിയ ചോദ്യം ഇതാണ് മനസ്സിൽ, ഇതിപ്പോ എന്തിനാ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? ആദ്യം തന്നെ അത് ഇത്രയും, അതായത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, പരിപാടി മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതിനു മുൻപേ ആള് കണ്ടത് ഇന്നതാണ് എന്ന് തെളിയിക്കാൻ അവിടെ ഒരു 100 പേരെ ഇരുത്തിയിട്ട് സംഭവം ചെയ്താലും അത് അതേപോലെ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലേക്ക് അത് ആദ്യം വന്നു. അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആസ്വാദനത്തെ ബാധിച്ചേക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെന്താ പറയുക, നമുക്ക് അറിയാണ്ട് എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാൻ തോന്നിപ്പോയി. ഒരു ടൈം ആ ഒരു സമയത്ത് നമുക്ക് ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു കിടിലൻ സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സില് എണ്ണീറ്റ് സല്യൂട്ട് അടിക്കാൻ ക്ലൈമാക്സിൽ 3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന്, അതായത് ലാലേട്ടനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം, ആൾക്ക് ഒരു വ്യക്തിക്ക് ആളെ അറിയാനുള്ളൊരു സംഭവം ചെയ്യുന്ന സാധനം. പിന്നെ അവിടെ നിന്നുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അതായത് നീതിദേവതയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കാണിച്ചതൊക്കെ. പിന്നെ അതിനുശേഷം അതായത് ആരാണ് ശരിക്കും മുഖം മറച്ച് നടക്കേണ്ടത് സമൂഹത്തില്? വിക്ടിമല്ല. അത് അതുവരെ അതായത് ഇത് കേസ് വിജയിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് ജയിച്ചു എന്ന് കാണുമ്പോഴാണ് ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല, മുഖാവരണം ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് ആ ആള് മുഖം
എല്ലാവരെയും കാണിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകുന്നത് അത് അതൊരു ഗംഭീര സംഭവം. നമുക്ക് അറിയാണ്ട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരു സാധനമാണ്. പിന്നെ അതിനുശേഷം അതായത് മൂന്നാമത്തെ കാര്യം നമ്മുടെ ലാലേട്ടന്റെ കാര്യം തന്നെയാണ്. കൂളായിട്ട് സിമ്പിൾ ആയിട്ട് നടന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാട്ടിലും വലിയ എന്തൊക്കെയോ എത്ര പെട്ടെന്ന് ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു കാര്യം ചെയ്തു, അതിനകത്ത് ജയവും പരാജയവും ഒക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലി ഈ സംഭവത്തെ കുറിച്ച് കഴിഞ്ഞ് ആള് പോകുന്ന ഒരു പോക്കുണ്ട്. അതായത് അത് അവതരിപ്പിച്ച രീതിയാണോ പറയുന്നത്. അതായത് ജിത്തു ജോസഫിനാണ് കൈയടിക്കേണ്ടത്. കാരണം അവിടെ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മുട്ടുസൂചി പോയാൽ, മുട്ടുസൂചിക്ക് എന്തായാലും കേസില്ല, എന്തായാലും 2 പവൻ്റെ ഒരു മാല പോയി നമ്മുടെ വീട്ടിൽ, അപ്പുറത്തൊരു കൊലപാതകവും നടന്നു. രണ്ട് കേസാണ്. പക്ഷെ നമുക്കിത് വിലപ്പെട്ടതാണ്. ഇതിനും അതിൻ്റെതായ പ്രാധാന്യം കിട്ടണം. കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ കാണുന്ന അവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അത് രണ്ടും രണ്ടായിട്ടായിരിക്കും തോന്നുന്നത്. അത് കൊലപാതകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം വലുതായിട്ട് സിനിമകളിൽ അങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. കോടതിയിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വേറെ, ഇത് കേസ് അതായത് അതിന് ഇരയാക്കപ്പെട്ടവർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് നീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. അപ്പോൾ അവിടെ കേസ് വാദിക്കാനും കേസ് തെളിയിക്കാനൊക്കെ ആയിട്ട് പലരും വരും. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അവർക്കൊക്കെ അവരുടെ കേസ് വലുതാണ്. അപ്പോൾ ഈ ആള് ഇതിലാണ് വിജയിക്കുമ്പോൾ വലിയ സംഭവം മാറുന്നില്ല. സാധാരണ എങ്ങനെയാണോ ആളെ തുടക്കത്തിൽ കാണിക്കുക അതേപോലെ തന്നെ. എന്താണെങ്കിലും നേരെന്ന് പറഞ്ഞ സിനിമ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവും. അതായത് പ്രധാനപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ കാരണം ലാലേട്ടൻ ഈ രീതിയിലുള്ള ഒരു സിനിമകളിലേക്ക് ആൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് സത്യം. അതായത് ആ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു നായകൻ, അതിൽ നിന്ന് മാറിയിട്ട് പല കഴിവുകൾ ഇല്ല, പല കഴിവുകളുണ്ട്, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. മറ്റുള്ളവരുടെ എല്ലാ സഹായങ്ങളും വേണ്ടി വരും ആൾക്ക് ഈ ഒരു സംഭവത്തിലേക്ക് എത്താൻ. എല്ലാവരുടെയും സഹായം, അതായത് അവിടെ എന്താ പറയുക ചെറിയൊരു വരെ ആ ഒരു ഹെൽപ്പ് വരെ വേണ്ടി വരുന്ന ഒരു സംഭവം. അതൊക്കെ എന്താ പറയുക നമുക്ക് ശരിക്കും ഈ അടുത്തുള്ള ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാതിരുന്ന ഒരു സാധനമാണ്. ഒരു ഉദാഹരണം പറയാം. അതായത് കോടതിയോട് ആവശ്യപ്പെടുന്നു, ഒരാഴ്ച സമയം ചോദിക്കുന്നു, കൊടുക്കുന്നില്ല, ഒരൊറ്റ ദിവസം കൊടുക്കുന്നുള്ളൂ. ഒരു ദിവസം മതി എന്ന് പറയും സാധാരണ. ഇതിന് മുൻപുള്ള കഥാപാത്രമാണെങ്കിൽ പിന്നെ ഒരു ദിവസം ധാരാളം ശരിയാക്കി തരാറ്. എന്നിട്ട് ആള് പറയുന്നത് എന്താ അതിനുശേഷം ശരിയായ സമയം ആലോചിച്ചില്ല, ഒരാഴ്ച വേണമായിരുന്നു, ജഡ്ജി അത് സമ്മതിച്ചില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ എന്താ പറയുക നമ്മളെപ്പോലെ നല്ല നോർമൽ ഒരു വക്കീൽ എന്താണോ അത്. എന്നാൽ നിയമം നന്നായിട്ട് അരച്ച് കലക്കി. പിന്നെ കോൺഫിഡൻസ് വരുന്നു. അതായത് ആൾക്ക് വാശിയൊന്നുമല്ല, അതായത് നീതി ആൾക്ക് കൊടുക്കണം. അതിലേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. പിന്നെ ഇതിൽ റേപ്പ് സീന് കാണിക്കുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഈ ആസ്വദിക്കുന്ന പോലെ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ മോശമായിട്ട്. അത് ഒരു പ്രാവശ്യം ആ ഒരു സീൻ കാണിച്ചിട്ട് അത് തുടക്കത്തിൽ അത് കഴിഞ്ഞ അത് മതി. പക്ഷെ പിന്നെയും ഇവർ ഇതിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിലൊക്കെ ഇത് കാണിച്ചിട്ട് വീണ്ടും കാണിക്കുന്ന ഒരു അത് ബോറായിട്ടല്ല. അതായത് പ്രേക്ഷകർ ഈ റേപ്പ് ആസ്വദിക്കാൻ അങ്ങനെ ആ രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനത്തെ ഒരു മൂഡിലേക്കാണ്. കാരണം ഇത് ഭയങ്കര ക്രൂരമായൊരു സംഭവമല്ലേ, അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല. എന്താണെങ്കിലും അത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നു. ബാക്കി എല്ലാം. പിന്നെ ഒരു കിടിലൻ സംഭവം പറയാനുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമല്ല. ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടൊരു സർപ്രൈസ് കാമിയോ റോൾ ഉണ്ടായിരുന്നു. സത്യം. അതായത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷാട്ടോ. ഞങ്ങളൊപ്പം ഇരുന്ന് നമ്മുടെ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഞെട്ട് കേട്ടോ ചെയ്തത്. അതായത് ഞാൻ തന്നെ ഒരുക്കിയ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അതിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ എൻ്റെ നായകനായിട്ടുള്ള ഒരാളാണ് ഷാറൂഖ് എന്ന് പറയും, ആളുടെ പേര് അതാണ്. അപ്പോൾ ആളിതിലൊരു ചെറിയൊരു ക്ലിപ്പിൽ വരുന്നുണ്ട്. അതായത് കോമൺ പബ്ലിക്കിൻ്റെ അഭിപ്രായം പറയുന്ന ഒരു ഇതിൽ ആളുടെ ക്ലിപ്പ് വരുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം കിട്ടി. എന്തായാലും ആള് വീണ്ടും ഉയർന്നു വരട്ടെ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. അതെ, പറ്റണമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. അടുത്ത് ഡെങ്കിയിലേക്ക് ഓടാനുള്ള തിടുക്കാണ്. എന്തായാലും 7.5 ഔട്ട് ഓഫ് 10 തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.